പരിശുദ്ധ അമ്മയുടെ മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ തീർത്ഥാടനം 16-ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ദിശ തെറ്റാതെ മുന്നോട്ട് നയിക്കുന്നതിന് ആവശ്യമാകുന്ന ശക്തി കണ്ടെത്താൻ നാം പരിശ്രമിക്കുന്നു. നമ്മുടെ ശ്രദ്ധ പതറിക്കുന്ന, നമ്മുടെ യാത്രയിൽ ഇടർച്ചകൾ സൃഷ്ടിക്കുന്ന, തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന തിന്മയുടെ എല്ലാ ശക്തികളിലും നമുക്ക് മോചിതരായി തീരണം. ഈ ഒരു ആത്മീയ അനുഭവത്തിൽ അമ്മയുടെ വിമല ഹൃദയത്തിൽ സ്ഥിരമായി നമുക്ക് അഭയം കണ്ടെത്താൻ സാധിക്കണം. അതിന് തടസ്സമായി നിൽക്കുന്ന തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും മോചിതരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷകൾ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ ധ്യാനിച്ചു. നമുക്ക് ആരംഭിക്കാം. പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ, ഒന്നാമത്തെ ദിവ്യരഹസ്യം ധ്യാനിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ യോർദാനിലെ ജ്ഞാനസ്നാനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കുകയും ചെയ്യാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. 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 പരിശുദ്ധ അമ്മേ, എൻ്റെ ആശ്രയമേ,
എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ ആശ്രയമേ. 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 എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 13-ാം അധ്യായം 8 മുതലുള്ള വചനങ്ങൾ. സാവൂൾ സമൂവേലിന്റെ നിർദ്ദേശമനുസരിച്ച് 7 ദിവസം അവന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ അവൻ ഗിൽഗാദിൽ വന്നില്ല. അതിനാൽ ജനം സാവൂളിനെ വിട്ടുപിരിവാൻ തുടങ്ങി. സാവൂൾ പറഞ്ഞു, ദഹനബലിക്കും സമാധാന ബലിക്കുമുള്ള വസ്തുക്കൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുവീൻ. എന്നിട്ട് അവൻ തന്നെ ദഹനബലി അർപ്പിച്ചു. ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാമുവേൽ വന്നെത്തി. അവനെ അഭിവാദനം ചെയ്ത് സ്വീകരിക്കുവാൻ സാവൂൾ പുറത്തേക്ക് ചെന്നു. നീ എന്താണ് ചെയ്തത്? സാമുവേൽ ചോദിച്ചു. സാമുവേൽ പറഞ്ഞു, ജനങ്ങൾ എന്നെ വിട്ട് ചിതറിപ്പോകുന്നതും നിശ്ചിത ദിവസമായിട്ടും അങ്ങ് വരാതിരിക്കുന്നതും ഫിലിസ്ത്യർ മിക്മാഷിൽ ഒരുമിച്ച് കൂടുന്നതും ഞാൻ കണ്ടു. ഗിൽഗാദിൽ വെച്ച് ഫിലിസ്ത്യർ എന്നെ ആക്രമിക്കുന്നുവെന്നും കർത്താവിന്റെ സഹായം ഞാൻ അപേക്ഷിച്ചില്ലല്ലോ എന്നും ഞാൻ ഓർമ്മിച്ചു. അതിനാൽ ദഹനബലി അർപ്പിക്കുവാൻ ഞാൻ നിർബന്ധിതനായി. സാമുവേൽ പറഞ്ഞു, നീ വിഡ്ഢിത്തമാണ് ചെയ്തത്. നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പന നീ അനുസരിച്ചിരുന്നെങ്കിൽ അവിടുന്ന് നിന്റെ രാജ്യത്വം ഇസ്രായേൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു. എന്നാൽ നിന്റെ ഭരണം ഇനിയും ദീർഘിക്കുകയില്ല. കർത്താവിന്റെ കൽപ്പനകൾ നീ അനുസരിക്കായികയാൽ തന്റെ ഹിതാനുവർത്തിയായ ഒരാളെ അവിടുന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ജനത്തിന് രാജാവായിരിക്കുവാൻ അവിടുന്ന് അവനെ നിയോഗിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിക്കുന്നതിന് ആവശ്യമാകുന്ന ഒരു ശക്തി ആർജിക്കുന്നതിന് ദൈവത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ നാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവാലോചന സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. മനുഷ്യൻ നിശ്ചയിക്കുന്ന സമയമല്ല ദൈവം നിശ്ചയിക്കുന്നത്. ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി ശാന്തമായി വിശ്വാസത്തോടെ പ്രത്യാശയോടെ കാത്തിരിക്കേണ്ടതുണ്ട്. ദൈവം സമയത്ത് ഇടപെടും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ ദാനമാണ് വിവേകം. വിവേകം ഉപയോഗിച്ച് നാം ശാന്തമായി ദൈവാലോചന സ്വീകരിക്കാൻ തയ്യാറാണ്. ഇവിടെ വായിച്ചു കേട്ട ഈ വചനഭാഗം സാവൂളിന് പറ്റിയ അപകടത്തെ സംബന്ധിച്ചാണ്. സാവൂളിന് പറ്റിയ അപകടത്തെ സംബന്ധിച്ചാണ്. ദൈവപുരുഷനു വേണ്ടി കാത്തിരിക്കാൻ അവന് സമയമില്ല. കാരണം അവന് വളരെയേറെ വ്യഗ്രതകളുണ്ട്. ചുറ്റുപാട് ശത്രുക്കൾ വന്നിറഞ്ഞിരിക്കുന്നു. പക്ഷെ ദൈവം ഇടപെടാനുള്ള സമയം
ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ അവൻ തന്നെ ദഹനബലി അർപ്പിക്കാൻ തയ്യാറായി. രാജാവ് പുരോഹിതന്റെ ആ ഉത്തരവാദിത്വം, അവകാശം, പുരോഹിതന്റെ നിയോഗം ഏറ്റെടുക്കാൻ തയ്യാറായ അവിവേകവും അഹങ്കാരവും. നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറി വരുന്നതനുസരിച്ച്, തിരക്ക് കൂടുന്നതനുസരിച്ച് ദൈവസന്നദ്ധിയിൽ സമയം ചിലവഴിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അടിത്തറ ഇളകാൻ ഇടയായിത്തീരും. ഇത് അപകടകരമായ ഒരു കാര്യമാണ്. ദൈവത്തോടൊപ്പം ഇരിക്കാൻ സമയമില്ല, കാത്തിരിക്കാൻ സമയമില്ല. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 22-ാമത്തെ വചനം, മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കപ്പെട്ട വിത്തിനെ സംബന്ധിച്ചിടത്തോളം ലൗകിക വ്യഗ്രതകളും ധനത്തിന്റെ ആകർഷണവും വചനത്തെ ഞെരുക്കിക്കളയുന്നു. അത് ഫലശൂന്യമായി പോകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 40-ാമത്തെ വചനം മാർത്തയുടെ കാര്യമാണ്. മാർത്തയാകട്ടെ പലവിധ വ്യഗ്രതകൾ മുഴുകി വ്യഗ്രചിത്തയായി. മറിയം യേശുവിന്റെ പാദത്തിങ്കൽ ശാന്തയായി. അവൾ സമാധാനം അനുഭവിച്ചു. വ്യഗ്രതകളിൽ നാം അസ്വസ്ഥരായി തീരാനിടയായി തീരുന്നു. ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ ഇരിക്കാൻ നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കാതെ വരുന്നു. യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാമത്തെ വചനം, ചതുപ്പ് നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ? നനവ് കൂടാതെ ഓട്ടപ്പുല്ല് വളരുമോ? തഴച്ചു വളരുമെങ്കിലും വെട്ടിയെടുക്കാതെ തന്നെ അവ മറ്റു ചെടികളെക്കാൾ വേഗത്തിൽ ഉണങ്ങിപ്പോകും. വളർന്നു പൊന്തി എന്ന് വരും. പക്ഷേ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെയാണ്. ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ശൗൽ എത്രമാത്രം ഔന്നത്യത്തിൽ നിന്ന ഒരാളാണ്. അവന്റെ അധപ്പതനത്തെ സംബന്ധിച്ചാണ്. പ്രാർത്ഥന കുറയുമ്പോൾ എല്ലാ അപകടങ്ങളും വന്നുകൂടും. നമ്മുടെ പ്രാർത്ഥന കുറയുമ്പോൾ, ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാൻ സാധിക്കാതെ വരുമ്പോൾ പല മാർഗങ്ങളിലൂടെ തിന്മയുടെ ശക്തികൾ നമ്മിലേക്ക് ഇഴഞ്ഞു കയറാനിടയായിത്തീരും. ശൗലിന്റെ ജീവിതത്തിൽ തന്നെ നാം കണ്ടെത്തുന്നത് അതാണ്. 1 സാമുവേൽ 15-ാം അധ്യായത്തിൽ വരുമ്പോൾ നാം കാണുന്നത് ദ്രവ്യാഗ്രഹം. 15-ാമത്തെ അധ്യായത്തിൽ അമലേക്യരുമായിട്ടുള്ള യുദ്ധത്തിലാണ്. ആ യുദ്ധത്തിൽ അവര് ഒന്നും സ്വന്തമായി എടുക്കരുത് എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന അവൻ ലംഘിച്ചു. അപ്പോൾ അവനിലേക്ക് ദ്രവ്യാഗ്രഹം വളർന്നു. ദൈവത്തിന് മുമ്പിൽ ഇരിക്കാൻ സമയം കിട്ടാത്തവനിൽ അവനിൽ അഹങ്കാരം. അതാണ് 13-ാമത്തെ അധ്യായത്തിൽ തന്നെ നാം കാണുന്നത്. 15-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ദ്രവ്യാഗ്രഹം എന്ന ആ ദ്രവ്യത്തിലൂടെ സാത്താൻ കടന്നു വരാനിടയായിത്തീരുന്നു. എന്നാൽ 8-ാമത്തെ വചനം, 15-ാം അധ്യായം 9-ാമത്തെ വചനം, എന്നാൽ ശൗലും ജനവും അഗാഗിനെയും ആടുമാടുകൾ, തടിച്ച മൃഗങ്ങൾ, കുഞ്ഞാടുകൾ എന്നിവയിൽ ഏറ്റവും നല്ലവയെയും ഉത്തമമായവയൊക്കെയും നശിപ്പിക്കാതെ സൂക്ഷിച്ചു. ഇവിടെ സമൂവേൽ വന്നപ്പോൾ ചോദിക്കുന്നുണ്ട്, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് സാമുവേൽ ചോദിച്ചു, എന്റെ കാതുകൾ മുഴങ്ങുന്ന ആടുകളുടെ നിലവിളിയും കാളകളുടെ മുക്രയും എന്താണ് അർത്ഥമാക്കുന്നത്? ശൗൽ പ്രതിപദിച്ചു, ജനം അമലോക്യയിൽ നിന്ന് കൊണ്ടുവന്നതാണവ. നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാൻ അവർ ആടുകളിലും കാളുകളിൽ നിന്ന് നല്ലതിനെ സൂക്ഷിച്ചു. ഇവിടെ കവർച്ച വസ്തുക്കളുടെ മേൽ ചാടി വീണ് കർത്താവിന് അനിഷ്ടമായത് ചെയ്തത് എന്തിനാണ് എന്ന് സമൂവേൽ ശൗലിനോട് ചോദിച്ചു. അപ്പോൾ അതിന് പലപ്പോഴും നാം കവർന്നെടുക്കുന്നതിന് പലതരത്തിലുള്ള ന്യായങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. നാം പലപ്പോഴും പലതരത്തിലുള്ള ഡൊണേഷൻ വാങ്ങിക്കുന്നതിനെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ന്യായങ്ങൾ പറയാനുണ്ടാവും. പക്ഷേ അവയിലൂടെയെല്ലാം തിന്മയുടെ ശക്തികളാണ് കടന്നു വരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
ആ ബലി സ്വീകരിക്കപ്പെടുകയില്ല. ദൈവത്തിന്റെ മുമ്പിൽ അവൻ അവൻ വെറുക്കപ്പെട്ടവനായി, ഉപേക്ഷിക്കപ്പെട്ടവനായി തീരുന്നു എന്ന് നാം ഓർമ്മിക്കണം. അതോടൊപ്പം തന്നെ അസൂയ അവനിലേക്ക് കടന്നു വന്നു. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് അനുഗ്രഹിതനായി കണ്ടപ്പോൾ അസൂയ, അവനോട് കോപം, കൊലപാതകം ചെയ്യാൻ അവനെ 3 പ്രാവശ്യം കുന്തമെറിഞ്ഞ് അവനെ കൊല്ലാൻ ശ്രമിച്ചു. അതിന് പ്രവർത്തനം ആവശ്യമില്ല, ആഗ്രഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അവൻ സംരക്ഷണം നൽകിയ ദൈവമാണ്. അവൻ കൊലപാതകത്തിന് അടിപ്പെട്ടു. അവൻ അവസാനം 28-ാം അധ്യായത്തിൽ വരുമ്പോൾ നാം വായിക്കുന്നു, അന്യദൈവത്തെ ആരാധിക്കുന്നു എന്ന്. ഇവിടെ 28-ാം അധ്യായം 7-ാമത്തെ വചനം. അപ്പോൾ സാവൂൾ ഭൃത്യന്മാരോട് പറഞ്ഞു, ഒരു മന്ത്രവാദിനിയെ അന്വേഷിക്കുക, ഞാൻ അവളുടെ ഉപദേശം തേടട്ടെ. ദൈവത്തിൽ നിന്നും അഭിഷേകം പ്രാപിച്ചവൻ ഇന്നിപ്പോൾ പരദൈവ ആരാധനയിൽ എത്തി നിൽക്കുന്ന ദയനീയമായ ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കണം. ദൈവസന്നദ്ധിയിൽ സമയം ചിലവഴിക്കാൻ സാധിക്കാത്തവൻ ഞാങ്ങണ പോലെ ഈ പ്രതികൂലങ്ങൾ ആടിയുലയും. ഈ കൊടുങ്കാറ്റടിക്കുമ്പോൾ അവൻ തകർന്നു വീഴാനിടയായിത്തീർന്നു. അവൻ അഹങ്കാരിയായി തീർന്നു, ദ്രവ്യാഗ്രഹത്തിൽ അടിപ്പെട്ടു, അവൻ കോപിച്ചു, അസൂയപ്പെട്ടു, കൊലപാതകത്തിന് അവൻ ആഗ്രഹിച്ചു, കൊലപാതകിയായി തീർന്നു. അവസാനം ഇവിടെ മന്ത്രവാദിനിയെ സമീപിക്കുന്ന ആ ഒരവസ്ഥ വരെ, അന്യദൈവാരാധനയിൽ വരെ അവൻ എത്തിച്ചേർന്നു. നാം ഓർമ്മിക്കണം അവൻ ജീവിതത്തിലുണ്ടായ ഒരു ദുരന്തം. 1 സാമുവേൽ 10:1 അവന്റെ അഭിഷേകത്തിന്റെ മുഹൂർത്തം നാം ഓർമ്മിക്കണം. 10:1 അധ്യായം 1-ാമത്തെ വചനം. സാമുവേൽ ഒരു പാത്രം ഒലിവെണ്ണ എടുത്തു, സാവൂളിന്റെ ശിരസിലൊഴിച്ചു, അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തന്റെ ജനത്തിന്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേകിച്ചിരിക്കുന്നു. 1 സാമുവേൽ 10-ാം അധ്യായം 6-ാമത്തെ വചനം. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് നിന്റെ മേൽ ശക്തമായി ആവസിക്കും. അപ്പോൾ ഇവിടെ രാജത്വം നൽകി, പരിശുദ്ധാത്മാവിനെ നൽകി. 3-ാമതായി സാമുവേൽ 10:9 സാവൂൾ ശമൂവേലിന്റെ അടുത്ത് നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി, അവന് രാജത്വം നൽകി, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞു, അവന് പുതിയ ഹൃദയം നൽകി. ഇടയനായിരിക്കാൻ, നേതാവായിരിക്കാൻ, രാജാവായിരിക്കാൻ ആവശ്യമാകുന്ന അഭിഷേകം നൽകിക്കൊണ്ട് പുതിയ ഹൃദയം നൽകി. എന്നാൽ ദൈവത്തെ നിന്ദിച്ച്, ദൈവാരാധനയിൽ നിന്നും വ്യതിചലിച്ച്, ദൈവത്തിന്റെ സന്നിധിയിൽ സമയം ചിലവഴിക്കാൻ സാധിക്കാതെ അന്യകാര്യങ്ങളിൽ വ്യാപൃതനായിരുന്ന അവൻ വിഗ്രഹങ്ങൾക്ക് വരെ അടിപ്പെട്ടു. അവന്റെ അധപ്പതനത്തെ സംബന്ധിച്ച് നാം വായിക്കുന്നു. 1 സാമുവേൽ 16-ാം അധ്യായം 1-ാമത്തെ വചനം. കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. 10-ാം അധ്യായം 1-ൽ അഭിഷേകം ലഭിച്ചു. എന്നാൽ ഇവിടെ ഈ അഭിഷേകം, ഈ അധികാരം, ഈ രാജത്വം അവനിൽ നിന്ന് എടുത്തു മാറ്റി. 16-ാം അധ്യായം 14-ാമത്തെ വചനം. കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയി, ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. അവസാനം 31-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ നാം വായിക്കണം. ദയനീയമായ ഒരവസ്ഥയാണ്. ഫിലിസ്ത്യരാൽ വധിക്കപ്പെടാതിരിക്കാൻ സാവൂൾ സ്വന്തം വാളിൽ വീട് മരിച്ചു. അവന്റെ ഹൃദയം, പുതിയ ഹൃദയം ലഭിച്ചവനാണ്. ഇന്നവന്റെ ഹൃദയം പിളർക്കപ്പെട്ടു, അവൻ ആത്മഹത്യ ചെയ്തു. ഏറ്റവും ദയനീയമായ ഒരു മരണം. അഭിഷേകത്തിന്റെ നിറവിൽ നിന്നും അധപ്പതനത്തിന്റെ തകർച്ചയുടെ താഴ്വാരങ്ങളിൽ എത്തിയതിന്റെ കാരണം ദൈവസന്നദ്ധിയിൽ സമയം ചിലവഴിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓരോരുത്തരുടെ ഉത്തരവാദിത്വം അനുസരിച്ച്
ദൈവസന്നിധിയിൽ കൂടുതൽ സമയം നാം ചിലവഴിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുമെന്നതിൽ യാതൊരു സംശയമില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ മാതൃക, അതിന്റെ വിശദീകരണത്തിലേക്ക് ഈ അവസരത്തിൽ കടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ സമയം നമുക്ക് അനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് യേശു തന്റെ ദൗത്യം ആരംഭിച്ചത് 40 ദിവസത്തെ പ്രാർത്ഥനയിലൂടെയാണ്, ഉപവാസത്തിലൂടെയാണ്, മരുഭൂമിയിൽ നടത്തിയ ഒരു ഉപവാസത്തിലൂടെയാണ് തന്റെ പരസ്യ ജീവിതത്തിലെ ആ പോരാട്ടം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വചനം, തന്റെ പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്തത് ദൈവാലോചന, പിതാവുമായിട്ടുള്ള ആലോചനയിലാണ്. അവൻ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കാൻ പോയി. കുറച്ചു കഴിഞ്ഞപ്പോഴെന്താണ്, അവനെ തേടി ശിഷ്യന്മാര് വന്നു. അവര് പറഞ്ഞു, ഇതാ നിന്നെ തേടി ആളുകൾ വന്നിരിക്കുന്നു. അപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകണം എന്നാണ്. വന്ന ആളുകളോട് സംസാരിക്കാമെന്നുള്ളതല്ല, ഈ പ്രാർത്ഥനയുടെ അവസരത്തിൽ പിതാവിനോടുള്ള ആലോചനയിലാണ് തന്റെ പദ്ധതികളെല്ലാം അവിടെ തീരുമാനിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വചനം, യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നടത്തുന്ന രാത്രി മുഴുവനും നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന. നമ്മുടെ തീരുമാനങ്ങളൊക്കെ ദൈവാലോചന കൂടാതെ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും പ്രിയപ്പെട്ടവരെ ആകില്ല, വിജയിക്കുകയില്ല, നിലനിൽക്കുകയില്ല എന്ന് ഓർമ്മിക്കണം. അവിടുന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അതാ ലാസറിന്റെ കബറിങ്കിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? ലാസർ ഉയർത്തതിനു ശേഷം അല്ല, അതിനു മുമ്പ് തന്നെ യേശു എടുത്ത് പറഞ്ഞത് എന്താണ്? പിതാവേ, എന്റെ പ്രാർത്ഥന ശ്രവിച്ചിരിക്കുന്നതിനാണ് ഞാൻ അങ്ങേക്ക് നന്ദി പറയും. നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതെല്ലാം നിറവേറി എന്ന് പ്രിയപ്പെട്ടവരെ നാം വിശ്വസിക്കണം. അതാണ് നമുക്ക് നൽകുന്ന നമ്മുടെ ഏറ്റവും വലിയ ശക്തി. നാം വിളിക്കുന്നത് എന്റെ പിതാവിനെയാണ് എന്നുള്ള അബാ എന്നുള്ള എന്റെ പിതാവിനെയാണ് ഞാൻ വിളിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് ആത്മധൈര്യം നൽകും. അതുകൊണ്ടാണ് എല്ലാ വിജയങ്ങൾക്കും മധ്യേ യേശു പ്രാർത്ഥിച്ചു. യേശു ക്രിസ്തുവിനെ രാജാവാക്കാൻ അവർ പിടിച്ചുകൊണ്ട് പോയപ്പോഴും, അതിനുവേണ്ടി അവനെ പ്രേരിപ്പിച്ചപ്പോഴും ഈ ലോകത്തിന്റെ മഹത്വത്തിൽ നിന്നും മാറി അവൻ പ്രാർത്ഥിക്കാൻ വിജന സ്ഥലത്തേക്ക് പോയി എന്നാണ് നാം വായിക്കുന്നത്. എല്ലാ വേദനകൾക്കും മധ്യേ അവിടുന്ന് പ്രാർത്ഥിച്ചു. വേദന വർദ്ധിക്കുന്നതനുസരിച്ച് പ്രാർത്ഥനയുടെ സമയം കൂട്ടുക, പ്രാർത്ഥന കൂടി ആഴപ്പെടുത്തുക. ഗെത്സമേനിലെ പ്രാർത്ഥന രക്തം വിയർക്കുന്ന പ്രാർത്ഥനയായി തീർന്നത് അതുകൊണ്ടാണെന്ന് ഓർമ്മിക്കണം. അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്കെല്ലാം അപ്പോൾ ഉത്തരം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരം കിട്ടുന്നു. അവിടെ വെച്ച് സ്വർഗത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ഗെത്സമേനിൽ യേശുവിനെ ആശ്വസിപ്പിച്ചു. താബോർ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ സ്വരമുണ്ടായി. യേശു പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലെല്ലാം സ്വർഗത്തിന്റെ അഭിഷേകം പ്രാപിക്കാനിടയായി. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു. സ്വർഗത്തിന്റെ അഭിഷേകം സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കും. ഈ ലോകത്തിന്റെ പിൻബലമല്ല, സ്വർഗത്തിന്റെ അഭിഷേകമാണ് എന്നെയും നിങ്ങളെയും മുന്നോട്ട് നയിക്കുന്നത് എന്ന് ഓർമ്മിക്കണം. പ്രാർത്ഥന യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്രമമായിരുന്നു. കാരണം പിതാവിനോടൊപ്പം സമയം ചിലവഴിക്കും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചിലവഴിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉല്ലാസവും വിശ്രമവും. പിതാവിന്റെ സന്നദ്ധിയിൽ നാം സമയം ചിലവഴിക്കുന്നത് നമുക്ക് വലിയൊരു വിശ്രമമായി, ഉല്ലാസമായി അനുഭവപ്പെടണം. ഓരോ പ്രാർത്ഥനയിലൂടെയും പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകമാണ് നാം ഓരോരുത്തരും പ്രാപിക്കുന്നത്, നാം ഓരോരുത്തരും സ്വീകരിക്കുന്നത്. അങ്ങനെ ശക്തിയുള്ളവരായി സാത്താന്റെ എല്ലാ പ്രലോഭനങ്ങളെയും ആക്രമണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ സ്ഥിരമായി സ്ഥൈര്യമുള്ളവരായി നിലനിൽക്കാൻ, പ്രാർത്ഥനയിൽ ആഴപ്പെട്ടവരായി നിലനിൽക്കാൻ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാലാഖമാരുടെ പ്രത്യേകമായ ആ ഒരു കാവൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ സാമ്രാജ്യത്തെ കീഴടക്കാനുള്ള പ്രാർത്ഥന എന്ന വലിയ ആ ഒരു മാർഗത്തെ, ആ ഒരു ആയുധത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവായ ദൈവമേ,
ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവനന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമൽക്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടില തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. യഥാർത്ഥ മരിയഭക്തി ഖണ്ഡിക 96. യഥാർത്ഥ മരിയഭക്തിയും അയഥാർത്ഥ മരിയഭക്തിയും. ബാഹ്യഭക്തർ. മാതാവിനോടുള്ള ഭക്തിയെല്ലാം ബാഹ്യകൃത്യങ്ങളിൽ ഒതുക്കി നിർത്തി തൃപ്തിപ്പെടുന്നവരാണ് ഇവർ. ആന്തരിക ചൈതന്യമില്ലാത്ത ഇവർക്ക് ബാഹ്യഭക്തി പ്രകടനങ്ങളിൽ മാത്രമേ അഭിരുചിയുള്ളൂ. കൊന്തകൾ പലതും തിടുക്കത്തിൽ ഇവർ ചൊല്ലിക്കൂട്ടും. യാതൊരു ശ്രദ്ധയും കൂടാതെ ധാരാളം ദിവ്യബലികളിൽ സംബന്ധിക്കും. ഭക്തിലേശമെന്നിയെ മരിയൻ പ്രദക്ഷിണങ്ങളിൽ അവർ പങ്കെടുക്കും. എല്ലാ സഖ്യങ്ങളിലും അവർ അംഗങ്ങളായിരിക്കും. പക്ഷേ ജീവിത നവീകരണത്തിന് അല്പം പോലും അവർ ശ്രമിക്കുകയില്ല. ദുഷ്പ്രവണതകളെ അമർത്തുവാൻ ചെറുവിരൽ പോലും അനക്കാത്തവരാണ് ഇക്കൂട്ടർ. പരിശുദ്ധ കന്യകയുടെ സുഹൃതങ്ങൾ ഒന്നുപോലും അനുകരിക്കുവാൻ അവർ തയ്യാറല്ല. ഇന്ദ്രിയ ഗോചരമായ ഭക്തിപ്രകടനങ്ങൾ മാത്രമാണ് അവർക്കിഷ്ടം. ആന്തരികമായ ഭക്തകൃത്യങ്ങളിൽ അവർക്ക് പ്രതിപത്തിയില്ല. ഭക്തകൃത്യങ്ങളിൽ ഇന്ദ്രിയപരമായ ആനന്ദം അനുഭവപ്പെടുന്നില്ലെങ്കിൽ അവർ അസ്വസ്ഥരാകും. തങ്ങൾ യാതൊന്നും ചെയ്യുന്നില്ലെന്നാണ് അപ്പോൾ അവരുടെ വിചാരം. തന്നിമിത്തം ഒന്നുകിൽ അവയെല്ലാം ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയും ക്രമവും കൂടാതെ അവ അനുഷ്ഠിക്കും. ഇത്തരം ബാഹ്യഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ലോകം. ആന്തരിക ഭക്തി കാതലായി കരുതുന്നതോടൊപ്പം ബാഹ്യ ആചാരങ്ങളെയും വേണ്ടവിധം പരിഗണിക്കുന്ന യഥാർത്ഥ ഭക്തരെ ദോഷൈക ദൃഷ്ടിയോടെ വിമർശിക്കുവാൻ മുന്നോട്ടു വരുന്നവർ ഇവരാണ്. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ
ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നു നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. കർത്താവായ യേശുവേ, പാവഫലമായി എന്നിലുളവായിരിക്കുന്ന ആത്മീയ മന്ദത അങ്ങ് പരിഹരിക്കണമേ. പ്രാർത്ഥനയിലുള്ള മടുപ്പും പ്രാർത്ഥനയിലുള്ള തീക്ഷ്ണതയില്ലായ്മയും എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. ആത്മീയ കാര്യങ്ങളിലുള്ള എൻ്റെ നിസ്സംഗതയും താല്പര്യമില്ലായ്മയും നീക്കണമേ. സഭയുടെ സുവിശേഷ വേലയിലും മറ്റു പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും എന്നെ ഉത്സുകനാക്കണമേ. ലോകകാര്യങ്ങളിലുള്ള താല്പര്യത്തിൽ നിന്ന് ദൈവകാര്യങ്ങളിലുള്ള തീക്ഷ്ണതയിലേക്ക് എന്നെ ഉയർത്തണമേ. പരിശുദ്ധ മറിയമേ, ദൈവാത്മാവാൽ പൂരിതയായി നീ ഉത്ഘോഷിച്ചുവല്ലോ. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ അമ്മയായ മറിയമേ, മരിയം പ്രതിഷ്ഠയ്ക്കുള്ള എൻ്റെ ഒരുക്കം നന്നായി പൂർത്തിയാക്കി പരിശുദ്ധാത്മാവാൽ ഞാൻ നിറഞ്ഞ് പ്രാർത്ഥനയിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും അത്യന്തം ഉത്സാഹം പ്രാപിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. രക്ഷകനായ യേശുക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്നതിനും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്ന തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്ന് നിങ്ങൾ മോചിതരായി തീരട്ടെ. അവിടുത്തെ പാദപീഠങ്ങളിൽ ഇടം കണ്ടെത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഈ ലോകത്തിന്റെ എല്ലാ വ്യഗ്രതകളിൽ നിന്നും സാത്താന്റെ എല്ലാ കെണികളിൽ നിന്നും നിങ്ങൾ എല്ലാവരും മോചിതരായി തീരട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യഭാചനങ്ങളെ നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഈ തീർത്ഥാടനത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.